നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കോഴിക്കോട് ഉണ്ടടാ, ഇവിടെ തന്നെ കാണും, നീ കൊണ്ടുപോയി കേസ് കൊടുക്കടാ. രാഹുൽ മാങ്കൂട്ടത്തെ നിരന്തരം ചൊറിഞ്ഞ് എം എ ഷഹനാസ്. 10 കോടി ആവശ്യപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ മാനനഷ്ടത്തിന് കേസ് കൊടുത്ത ശേഷം ഷഹനാസ് ഫേസ്ബുക്കിൽ കയറി പുളയ്ക്കുകയാണ്. അതായത് ഫേസ്ബുക്കിൽ ഇരുന്നാണ് യുദ്ധം. വെല്ലുവിളിയെല്ലാം പോസ്റ്റ് ഇട്ടാണ്. എന്നാൽ ഈ ഭീഷണിക്ക് പുല്ല് വില പോലും കൊടുക്കാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ. എല്ലാ ആരോപണങ്ങൾക്കും രാഹുൽ നിയമ നടപടി സ്വീകരിക്കുമ്പോൾ ഷഹനാസും സംഘവും കീലേരി അച്ചുകളിക്കുന്നു. പോയി പണി നോക്കടിയെന്ന് രാഹുൽ മാങ്കൂട്ടം ആർമിയും. എന്നാൽ ഷഹനാസിന്റെ കൈവിട്ട കളികൾ കോൺഗ്രസിന് ഏണിയായി മാറിയിരിക്കുകയാണ്. പാർട്ടിയിൽ നിന്ന് അടിച്ചിറക്കി വിളയെന്ന് പ്രവർത്തകരും ഒരു കൂട്ടം നേതാക്കളും തുറന്നടിച്ചു തുടങ്ങിയിരിക്കുന്നു. രാഹുലിനെതിരെ ഷഹനാസ് നിരന്തരം വെല്ലുവിളി നടത്തിയിട്ടും പാർട്ടി അവർക്കെതിരെ നടപടി സ്വീകരിക്കാത്തത് പ്രവർത്തകരിൽ രോഷമുണ്ടാക്കുന്നു. രാഹുലിനെ ചേർത്ത് പിടിക്കുന്ന കോൺഗ്രസുകാരുടെ എണ്ണം കൂടുകയാണ്. അവർക്കെല്ലാവർക്കും ശത്രുക്കൾ ഇപ്പോൾ ഷഹനാസും റിനിയും ഒക്കെയാണ്. ഷഹനാസ് കോൺഗ്രസിന്റെ സംസ്കാര സാഹിതി ജനറൽ സെക്രട്ടറിയാണ്. ഇവരെ പദവിയിൽ നിന്ന് മാറ്റണമെന്നാണ് രാഹുൽ അനുകൂലികളുടെ ആവശ്യം. ഇരുവരും തമ്മിലുള്ള പോര് UDFന് തലവേദനയായി മാറുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഇടപെടാൻ പാർട്ടിയോ നേതാക്കളോ തയ്യാറായിട്ടില്ല. ഇരുവരും തമ്മിൽ പ്രശ്നമുണ്ടെങ്കിൽ അവർ തീർത്തോട്ടെ എന്ന നിലപാടാണ് പാർട്ടിക്ക്. എന്നാൽ ഇവരെ പോലെ പാർട്ടിക്ക് തന്നെ പാരയാകുന്നവരെ അധികാര സ്ഥാനങ്ങളിൽ ഇരുത്തി വില കളയരുതെന്ന് രാഹുൽ ആർമി വെടിപൊട്ടിക്കുന്നു. രാഹുൽ വിഷയത്തിൽ പാർട്ടി പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുമ്പോൾ ഈ കോഴിയെക്കുറിച്ച് പണ്ടേ അറിയാമെന്നും ഷാഫിയോട് പറഞ്ഞിട്ടുണ്ടെന്നും ഷഹനാസ് പറഞ്ഞു. ഷാഫി അത് മുഖവിലക്കെടുത്തില്ലെന്നും പറഞ്ഞ് വടകര MP കുടുക്കി. പിന്നീട് ഷാഫിയെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുകയായിരുന്നു CPMകാർ. അതിന് വഴിയിട്ട് കൊടുത്തത് ഷഹനാസ് ആണ് എന്ന വലിയ ആരോപണം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സൈബർ ഗ്രൂപ്പ് ഉയർത്തിയിരുന്നു. താനുമായി ഒരു സൗഹൃദവുമില്ലെങ്കിൽ ചാറ്റുകൾ പുറത്തുവിടാൻ ഷഹനാസ് തയ്യാറാകട്ടെ എന്ന് രാഹുൽ MLA തന്നെ വെല്ലുവിളിച്ചിട്ടും അവർ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല എന്ന ചോദ്യം ഉയർത്തി കളം നിറഞ്ഞിരിക്കുകയാണ് രാഹുൽ ഗ്രൂപ്പ്. ഷഹനാസിനെ പാർട്ടി ചേർത്ത് നിർത്തുന്നു എന്ന തോന്നലുണ്ടായാൽ രാഹുൽ ആർമി ഇടയും. ഒരു സ്ത്രീക്കെതിരെ കോൺഗ്രസിന്റെ തന്നെ സൈബർ ഗ്രൂപ്പ് ആക്രമണം അഴിച്ചുവിട്ടിട്ടും എന്തുകൊണ്ട് പാർട്ടി അവരെ നിലയ്ക്ക് നിർത്തുന്നില്ല എന്ന ചോദ്യം വന്നിട്ടും ഒരക്ഷരം പ്രതികരിക്കാതെ തടി തപ്പുകയാണ് നേതാക്കൾ. കാരണം രാഹുൽ അത്ര നിസ്സാരക്കാരനല്ല എന്നുള്ളത് കോൺഗ്രസ് നേതാക്കൾക്ക് വ്യക്തമായിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ രാഹുലിനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ നടപടി ഇനിയും സ്വീകരിച്ചാൽ ഷഹനാസിനെ ചേർത്ത് നിർത്തുന്ന ഒരു നിലപാടുണ്ടായാൽ സൈബർ ഗ്രൂപ്പുകൾ ഇളകി ഇറങ്ങുമെന്നുള്ള ഭയമാണ് VD സതീശൻ ഉൾപ്പെടെയുള്ളവർക്ക്. കൊടിക്കട കേസെന്നും പറഞ്ഞ് ഷഹനാസ് വെല്ലുവിളിച്ചതിന് പിന്നാലെയാണ് രാഹുൽ മാനനഷ്ട കേസ് ഫയൽ ചെയ്തത്. 10 കോടി ആവശ്യപ്പെട്ട് നോട്ടീസ് അയച്ചതും. അതിന് പിന്നാലെ കോഴിക്കോട് ബീച്ചിലിരുന്ന് കുമിള പൊട്ടിക്കുന്ന ചിത്രം പുറത്തുവിട്ടു ഷഹനാസ്. എണ്ണിക്കൊണ്ടിരിക്കുകയാണ് കോടികളല്ല, പറന്നു പൊങ്ങി പൊട്ടി തകരുന്ന കുമിളകളെന്ന്. അതിന് താഴെ പൂരത്തെറിവിളിയായിരുന്നു ഷഹനാസ് മേടിച്ചു കൂട്ടിയത്. തുടർന്നിങ്ങോട്ട് വീണ്ടും പോസ്റ്റുകളുടെ അയ്യരുകളിയായിരുന്നു. ഇന്നലെ കടപ്പുറത്ത് കുമിള വീർപ്പിച്ചെങ്കിൽ ഇന്ന് കാതുകുത്താണ് ഗൈസ്. കോഴിക്കോട് തന്നെ ഉണ്ടെന്ന് വീണ്ടും ഷഹനാസ് ഒരു പോസ്റ്റ് ഇട്ടു. അതിനും താഴെ തെറിവിളി തന്നെയായിരുന്നു. ഇന്ന് വീണ്ടും ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിങ്ങനെയാണ്: വീണ്ടും നീ കോമഡി കഥ ഇറക്കാതെടാ, ഞാൻ ഇവിടെ തന്നെയുണ്ട് കോഴിക്കോട്, എൻ്റെ നാട്ടിൽ. പറ്റുമെങ്കിൽ നീ ചെയ്ത് കാണിക്ക്, കേസ് കൊടുക്ക് പിള്ളേച്ച. MA ഷഹനാസ്. ഇതായിരുന്നു വീണ്ടും ഇട്ട ആ ഒരു കുറിപ്പ്. ഇങ്ങനെ നിരന്തരം പോസ്റ്റ് ഇട്ട് രാഹുലിനോട് വെല്ലുവിളി. പക്ഷേ ഇതിനൊന്നും ഉത്തരം പറയാൻ പോലും രാഹുൽ രംഗത്തേക്ക് വരുന്നില്ല. നീ മറുപടി പോലും അർഹിക്കുന്നില്ലെന്ന നിലപാടിലാണ് രാഹുൽ. പക്ഷേ കയറി ഇറങ്ങി കണക്കിന് കൊടുക്കുന്നത് രാഹുൽ ആർമിയാണ്. ഈ പോസ്റ്റിന് താഴെ കമന്റുകളാണ്, അതായത് പൂരത്തെറിവിളികളും വിമർശനങ്ങളും. ഷഹനാസ് ഇപ്പോൾ പങ്കുവയ്ക്കുന്ന പോസ്റ്റുകളിലെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളുണ്ട്. ഞാൻ കോഴിക്കോട് തന്നെ ഉണ്ട്, കേസ് കൊടുക്കട എന്നുള്ള 2 കാര്യങ്ങൾ. നിങ്ങളല്ലേ കേസ് കൊടുക്കേണ്ടത്? മോശക്കാരനായ രാഹുലിനെതിരെ ഷഹനാസ് കൊണ്ടുപോയി കേസ് കൊടുക്കണം. രാഹുൽ ആർമി നിങ്ങളെ വേട്ടയാടുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഷഹനാസ് ആണ് കേസ് കൊടുക്കേണ്ടതെന്ന് പലരും ഇപ്പോൾ കമന്റ് ഇടുകയാണ്. മാനനഷ്ട കേസ് രാഹുൽ ഫയൽ ചെയ്തതുപോലെ നിങ്ങൾ കൊണ്ടുപോയി കേസ് കൊടുക്കൂ, ധൈര്യം കാണിക്കണം എന്നാണ് ഷഹനാസിന് വായടപ്പിക്കുന്ന മറുപടി. അല്ലെങ്കിലും താത്ത പോകരുത്, ഇനി കോഴിക്കോട് തന്നെ ഉണ്ടാകണം, കിട്ടാനുള്ളതെല്ലാം മേടിച്ചിട്ട് പതിയെ ദുബായിക്ക് പോയാൽ മതിയെന്ന് മറ്റൊരു കമന്റ്. വേണേൽ ഒരു വക്കീലിനെ മാസ ശമ്പളത്തിന് വെച്ചോളൂ എന്നും കമന്റുകൾ വരികയാണ്. കോഴിക്കോട് കളക്ടറായിട്ടാണോ ചാർജ് എടുത്തിരിക്കുന്നതെന്നും പരിഹാസമുണ്ട്. ഭാഗം 3 വരെ ഇറങ്ങിയിട്ടും മാനനഷ്ടത്തിന് കേസ് കൊടുക്കാത്തത് എന്തുകൊണ്ടായിരിക്കുമെന്ന ചോദ്യവുമുണ്ട്.
രാഹുൽ ഈശ്വർ ചാനൽ ചർച്ചയിൽ വ്യാജ IAS എന്ന് പരസ്യമായി വിളിച്ചപ്പോൾ കുടിച്ചു തീർക്കാൻ ഒരു കുപ്പി വെള്ളം തികയാതെ വന്നല്ലോ, കാത്തിരുന്ന് കാണാം. പറഞ്ഞ ആരോപണത്തിന് ഒരെണ്ണത്തിനെങ്കിലും കൃത്യമായ മറുപടി കൊടുത്തിട്ട് ഡയലോഗ് അടിക്കുക. നാക്കിന് എല്ലില്ലാതെ വെറുതെ ഡയലോഗ് അടിക്കാൻ ആർക്കും പറ്റുമെന്നാണ് മറ്റൊരു കമന്റ്. കോഴിക്കോട് തന്നെ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ എങ്ങനാ, കളക്ടറായിട്ടാണോ എന്നുള്ള വലിയ പരിഹാസമാണ് ശക്തമാകുന്നത്. ഒരു വക്കീൽ നോട്ടീസ് അയച്ചെങ്കിലും IAS കിട്ടിയെന്ന് തെളിയിക്കണം. നിയാസ് മലബാറിയെ വെറുതെ വിടരുതെന്നും കമന്റുകൾ. ഉള്ളിൽ സങ്കടമുണ്ട്, കരഞ്ഞ് പുറത്ത് കാണിക്കാൻ പറ്റില്ലല്ലോ, കരഞ്ഞാൽ പുട്ടി ഇളകി പോകുമെന്ന കടുത്ത പരിഹാസം. വ്യാജരേഖ ഉണ്ടാക്കൽ, വ്യാജ സർക്കാർ ഐഡന്റിറ്റി കാർഡുകൾ ഉണ്ടാക്കൽ, IAS നേടിയെന്ന് വ്യാജ അവകാശവാദവുമായി കോളേജിനെ പറ്റിക്കൽ എന്നീ വിഷയങ്ങളിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കോഴിക്കോട് ഫറോക്ക് സ്വദേശി ഡോക്ടർ സിജീഷിന്റെ ഭാര്യ MA ഷഹനാസിനെതിരെ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകി എന്നുള്ള ഒരു കമന്റും ഇതിന് താഴെ വരുന്നുണ്ട്. ഡിബേറ്റിൽ ഒരു ആധികാരികതയും ഇല്ലാതെ തള്ളുന്നത് കണ്ടിരുന്നു. സംഭവം കണ്ടതുപോലെയാണ് അങ്ങ് പറയുന്നത്. വെറും വിഡ്ഢിത്തരമാണ് താങ്കൾ ഈ പറഞ്ഞു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. താങ്കളുടെ തന്നെ വില കളയുന്ന ഏർപ്പാടെന്ന് മറ്റൊരു ഉപദേശം പോലെ ഒരു കമന്റ് ഉണ്ട്. ഫേക്ക് ID വഴി നിങ്ങളുടെ തന്നെ പാർട്ടിക്കാർ നല്ല തെറിവിളിയാണല്ലോ, നല്ല PR വർക്കാണല്ലോ നിങ്ങൾക്കെതിരെ നടക്കുന്നത്. തെറിയഭിഷേകവും പുലഭ്യം പറച്ചിലും. നിങ്ങൾക്കൊപ്പം കോൺഗ്രസിന്റെ വനിതാ പ്രവർത്തകരോ മറ്റ് നേതാക്കളോ ആരും തന്നെ രംഗത്തേക്ക് വരാത്തതും ഈ PR തെറി ഭയന്നാകാം. അതായത് ഷഹനാസിനൊപ്പം പാർട്ടിക്കാർ ആരും നിൽക്കുന്നില്ലല്ലോ എന്ന് എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു മറ്റൊരു കമന്റ്. കോഴിക്കോട് തന്നെ കാണണം, അവസാനം ഓടിച്ചിട്ട് പിടിക്കേണ്ട അവസ്ഥ പോലീസിന് വരുത്തരുത്. നിങ്ങൾക്കൊരു ഉളുപ്പില്ലേ? എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങളിൽ ആരോപിക്കപ്പെടുന്നത്? അതങ്ങനെ അല്ലെങ്കിൽ അത് തെളിയിച്ചൊരു പോസ്റ്റ് ഇട്, അല്ലാതെ പെണ്ണുങ്ങളെ നാണം കെടുത്തുന്ന രീതിയിലുള്ള പോസ്റ്റുകൾ ഇടാതെ ഇരിക്കൂ. കോൺഗ്രസിന് അപമാനമാണ് താങ്കളും ആ റിനിയും തുടങ്ങിയ ഒരുപാട് കമന്റുകളാണ് ഷഹനാസ് പങ്കുവെച്ച ഈ പോസ്റ്റിന് താഴെ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ആരും തന്നെ ഇവരെ പിന്തുണയ്ക്കാൻ തയ്യാറാകുന്നില്ല. ഷഹനാസിനെ പിന്തുണച്ച് കോൺഗ്രസിൽ നിന്ന് ആരും രംഗത്തേക്ക് വരുന്നില്ല. മുൻപ് രാഹുലിനെതിരെ വിമർശനവുമായി യൂത്ത് കോൺഗ്രസിലെ ചില വനിതാ നേതാക്കൾ രംഗത്ത് വന്നിരുന്നു. അവർ പോലും ഷഹനാസിനെ പിന്തുണയ്ക്കുന്നില്ല. അതിന് കാരണം ഷഹനാസിന് ക്രെഡിബിലിറ്റി എന്നൊന്നില്ല. അതുതന്നെയാണ് കാരണം. അനാവശ്യമായി രാഹുൽ വിഷയത്തിൽ കയറി തലയിട്ട് രാഹുലിന് ജനപിന്തുണ ഉണ്ടാക്കി കൊടുത്ത പടുവിഡ്ഢികളാണ് ഈ കൂട്ടം. ഷഹനാസും ഹണി ഭാസ്കറുമാണ് രാഹുലിനെതിരെ ഇപ്പോൾ നിരന്തരം പോസ്റ്റ് ഇട്ട് യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹണിയുടെ കുറിപ്പുകൾ കൂടി നമുക്കൊന്ന് നോക്കാം. ഒരു സ്ത്രീ ഒരു അനീതിക്കെതിരെ നിൽക്കുന്നു എന്ന് ഉറപ്പായാൽ ഈ ലോകം മൊത്തം നിങ്ങൾക്കെതിരാകുന്നു എന്നാണ്. അത് ഹീനകൃത്യം കൊണ്ടും നിങ്ങളുടെ ശബ്ദത്തെ ഇല്ലാതാക്കാൻ കച്ചകെട്ടി ഇറങ്ങും എന്നാണ്. പക്ഷെ പൊരുതി നേടിയ നിലപാടുകളുടെ വെളിച്ചം ആ നീതികേടുകളെയും അറും നുണകളുടെയും ഇരുട്ടിനെ ഇല്ലായ്മ ചെയ്യുക തന്നെ ചെയ്യും. ഇരുളും വെളിച്ചവും. ഇതായിരുന്നു ഒരു കുറിപ്പ്. എന്നാൽ ഹണി ഭാസ്കർ ഈ പറഞ്ഞിരിക്കുന്നതിൽ ഒരു തെറ്റുണ്ട്. ഇവിടെ പോരാട്ടം നടത്തുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. ഇരകളാക്കപ്പെട്ട ഈ സമൂഹത്തിൽ ഒന്നുമല്ലാതായി പോയിട്ട് ഇപ്പോൾ ഉയർന്നു വന്ന് സധൈര്യം പോരാടുന്ന ഒരുപാട് സ്ത്രീകൾ. അവർക്കൊപ്പം സമൂഹം നിൽക്കുന്നുണ്ട്. അവരുടെ വാക്കുകൾ ശ്രദ്ധിക്കുന്നുണ്ട്. അവരുടെ ഓരോ വാക്കും വെടിയുണ്ടകളേക്കാൾ ശക്തിയുള്ളതായി ഇവിടുത്തെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവരോടൊപ്പം ആ പോരാടുന്ന സ്ത്രീകൾക്കൊപ്പം നിൽക്കുന്നത്. പക്ഷെ നിങ്ങൾക്കൊപ്പം നിൽക്കാത്തതിനൊരു കാരണമുണ്ട്. നിങ്ങളുടെ ക്രെഡിബിലിറ്റി ഇല്ലാതാക്കി കളഞ്ഞു എന്നുള്ളതാണ്. രാഹുൽ ഒരു സെക്ഷൽ പെർവേർട്ട് ആയിരുന്നുവെങ്കിൽ അയാൾ ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം. പക്ഷേ നിങ്ങൾ കാണിച്ചു കൂട്ടുന്നത് എന്താണ്? അയാളെ വ്യക്തിപരമായി ഇല്ലാതാക്കുക, അയാളെ രാഷ്ട്രീയത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യുക. അതായത് നിങ്ങൾ വ്യക്തിവിരോധം തീർക്കുന്നു എന്നുള്ളൊരു പൊതുബോധം ഉണ്ടായിക്കഴിഞ്ഞു. അത് നിങ്ങളുടെയൊക്കെ കയ്യിലിരിപ്പ് കൊണ്ടാണ്. ഹണി ഭാസ്കർ പങ്കുവെച്ച മറ്റൊരു കുറിപ്പ് ഇങ്ങനെയാണ്: സത്യം ജലനിരപ്പിലെ എണ്ണ പോലെയാണ്. എത്ര മുക്കി താഴ്ത്താൻ നോക്കിയാലും അത് ജലത്തിന് മീതേക്ക് തെളിഞ്ഞു വരും, കൂടുതൽ വ്യക്തതയോടെ. അതുവരെ ഇപ്പോൾ കിട്ടുന്ന പൂച്ചെണ്ടും പൂമാലകളും സ്വീകരിച്ചാലും കടും ചുവപ്പാണ്. അറും നുണകൾ പറഞ്ഞ് ചുറ്റുമുള്ള മനുഷ്യരെ മാനിപ്പുലേറ്റ് ചെയ്ത് ഭയപ്പെടുത്തി ശീതീകരിച്ച് ഫ്രീസറിലാക്കാം എന്നൊക്കെ കരുതിയാൽ കട്ട പിടിച്ചു പോകുന്ന ചോരയല്ല, നിലപാടുമല്ല. ഇതായിരുന്നു ഹണി പങ്കുവച്ച മറ്റൊരു കുറിപ്പ്. ഹണിയും ഷഹനാസും ഒക്കെ അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കി രാഹുലിന് അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കി കൊടുത്തുവെന്നേ ഒറ്റ വാക്കിൽ പറയാനുള്ളൂ. രാഹുൽ ഇരകളാക്കിയവരെ അറിയാം എന്നൊക്കെയുള്ള ഇവരുടെ വാദങ്ങൾ തന്നെ ഇവർക്ക് തിരിച്ചടി ഉണ്ടാക്കി. കൂടാതെ ഹണിയും ഷഹനാസും ഒന്നിച്ചു നിൽക്കുന്ന ചില ചിത്രങ്ങൾ പുറത്തു വന്നതോടെ രാഹുലിനെ വീഴ്ത്താൻ ഇവരൊക്കെ ഒന്നിച്ചു എന്ന ഒരു പൊതുബോധമുണ്ടായി. ഒട്ടും ക്രെഡിബിലിറ്റി ഇല്ലാത്തതായി പോയി ഇവരുടെയൊക്കെ ഓരോ പ്രസ്താവനകളും. രാഹുൽ സെക്ഷൽ പെർവേർട്ടാണ്. അയാൾ ധാർമ്മികമായി തെറ്റുകാരനാണ്.
പക്ഷേ അതിജീവിതകളെന്ന് പറഞ്ഞവളുമാരുടെ തനി നിറം എന്താണെന്ന് ബോധ്യപ്പെട്ടു എന്നാണ് മലയാളികൾ ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രതികരിക്കുന്നത്. ഒരുപോലെ തെറ്റുകാരാണവർ, എന്നിട്ട് ഒരുത്തനെ മാത്രം വേട്ടയാടുന്നത് എന്തിനെന്ന് ചോദിച്ച് ജനം രാഹുലിനൊപ്പം നിന്നുവെങ്കിൽ അതിന് വഴിവെച്ചു കൊടുത്തത് നിങ്ങൾ ഓരോരുത്തരുമാണ്. ഇവിടുത്തെ മാധ്യമങ്ങൾക്കും അതിൽ വലിയ പങ്കുണ്ട്. ജനം പച്ചയ്ക്കിപ്പോൾ ചോദിക്കുന്നുണ്ട്, കൂടെ പോയി കിടന്നവളുമാർക്കില്ലാത്ത സൂക്കേടാണ് ഹണിക്കും ഷഹനാസിനുമൊക്കെ എന്ന്. ആ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചതും രാഹുലിന് ജനപിന്തുണ വർദ്ധിപ്പിച്ചതും നിങ്ങളൊക്കെ തന്നെ. ഇനി 10 അല്ല 100 കേസ് കൊണ്ടുവന്നാലും രാഹുൽ കൂളായി ഊരുമെന്ന് നിയമവിദഗ്ധർ പറയുന്നുണ്ട്. അതിൽ യഥാർത്ഥ ഇരകൾ ഉണ്ടായാൽ പോലും അവർക്കും നീതി കിട്ടാത്ത അവസ്ഥ, ഗതികേടുണ്ടാകും. നിയമപരമായി താൻ തെറ്റുകാരനല്ലെന്ന ഒരൊറ്റ വാദമാണ് രാഹുൽ ഉയർത്തുന്നത്. അയാൾ നെഞ്ചും വിരിച്ച് കോടതിയിൽ നിൽക്കുന്നു. പുറത്തുള്ളവരോ അയാൾക്കെതിരെ നിൽക്കുന്നവരോ കോടതിയിൽ പോകാതെ കണ്ട മാധ്യമങ്ങളുടെ മുഴുവൻ ഫ്ലോറുകൾ കയറി ഇറങ്ങി വളവള രാഹുലിനെതിരെ പറയുന്നു. അപ്പോൾ ജനം ആർക്കൊപ്പം നിൽക്കും? നിയമത്തെ പേടിക്കാതെ അവൻ കോടതിയിലേക്ക് പോയത് കണ്ടോ എന്ന ചോദ്യം ഉയർന്നിടത്താണ് രാഹുൽ തലപൊക്കിയത്. തുടക്കം മുതൽ അയാളുടെ മുഖത്തുള്ള ചിരി ആ കോൺഫിഡൻസിലാണ്. ഇന്നിപ്പോൾ ആ ചിരി ഒരു അഹങ്കാരമായി മാറുന്നത് നമ്മൾ കാണുന്നുമുണ്ട്.